ഈ കാണുന്ന കാഴ്ച വിശദീകരിക്കാണ്ട് തന്നെ ഗൾഫിലൊക്കെയുള്ള മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഗൾഫിലൊക്കെ ഒരുവിധം ബാച്ചിലേഴ്സ് താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ സ്റ്റെപ്പുകളിലും കോർണറുകളിലും അതേപോലെ ലിഫ്റ്റിനകത്തെ കോർണറുകളെല്ലാം ഈ മുറുക്കാൻ തുപ്പൽ നമുക്ക് കാണാം. പാൻപരാഗും മറ്റും ചവച്ച് തുപ്പിയിരിക്കുന്നത്. അതായത് നമുക്കറിയാം ഏത് സംസ്ഥാനക്കാരാണ് കൂടുതൽ പാൻപരാഗും മറ്റും ചവയ്ക്കുന്നതെന്ന്. അതുപോലെ ബംഗാളികളും. ഇവന്മാർ ചെയ്യുന്ന പണി ഈ മുറുക്കാൻ തുപ്പലും വായിലിട്ട് പോകുമ്പോൾ മൂല കണ്ട് അവിടെ തുപ്പും. അത് നിങ്ങൾ എത്ര ഭംഗിയുള്ള ബിൽഡിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എത്ര നല്ല ഭംഗിയുള്ള ഗ്ലാസിൻ്റെ ലിഫ്റ്റ് ആയിക്കോട്ടെ, അതിനകത്തെല്ലാം ഇവന്മാർ തുപ്പും. കാരണം അവൻ്റെ സ്വന്തം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും അവൻ അതാണ് പഠിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് തെറ്റല്ല, അല്ലെങ്കിൽ അതിനൊന്നും ഒരു പ്രശ്നമില്ല എന്നുള്ളൊരു ഫീലിങ്ങിൽ വളർന്നവർ അന്യനാട്ടിൽ ചെന്നാൽ ഇതേ സ്വഭാവം കാണിക്കും. അതാണ് പ്രശ്നം. ഇതിപ്പോൾ ഞാൻ ടൗണിൽ പോയപ്പോൾ കണ്ട കാഴ്ചയാണ്. ഇത് പല സ്ഥലത്തും കണ്ടു. അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചത് ഇതാണ്, ഇവന്മാർ ഈ നാട്ടിൽ വന്നിട്ട് ഇതാണുള്ള അവസ്ഥ എന്ന്. അപ്പോൾ ഈ പെരുമ്പാവൂരും അവിടെ ഇവിടെയൊക്കെയുള്ള വീഡിയോസ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നും. ഈ നാട്ടിലൊരു നിയമ സംവിധാനങ്ങൾ ഇല്ലെന്ന് തന്നെ തോന്നും. പെരുമ്പാവൂരെ കാഴ്ച കണ്ട ഞെട്ടിപ്പോവും ഓരോരുത്തർ എടുത്തിട്ടിരിക്കുന്ന വീഡിയോ കാണുമ്പോഴേ. ഇവരിൽ പലർക്കും ഗൾഫിലൊന്നും റൂം പോലും കൊടുക്കത്തില്ല, ബാച്ചിലേഴ്സ് ആണെങ്കിൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവൻ്റെയൊക്കെ ഈ സ്വഭാവം കൊണ്ട്. നമ്മൾ അവിടുത്തെയൊക്കെ ബിൽഡിങ്ങിൻ്റെ ഹാരിസുമാർ, അതായത് നോട്ടക്കാർ, ഒരിക്കലും ഇവർക്ക് റൂം കൊടുക്കുകയില്ല. കാരണം ഇതാണ് സ്വഭാവം. അവരിത് വൃത്തിയാക്കേണ്ടതായിട്ട് വരും. എന്തിനേറെ പറയുന്നു, ഈ വന്ദേ ഭാരത് എക്സ്പ്രസിനകത്ത് പോലും ഇവന്മാരൊക്കെ തുപ്പുന്നുണ്ടെന്നാണ് പറയുന്നത്. ആരോട് പറയാനല്ലേ. എന്തായാലും ഇങ്ങനെ നമ്മളാരെ കണ്ടു കഴിഞ്ഞാൽ ചെവിട്ടക്കൂറ്റി നോക്കി പൊട്ടിക്കുക എന്നല്ലാണ്ട് വേറൊരു രക്ഷയില്ല. എന്നാലെങ്കിലും ഇവൻ്റെയൊക്കെ സ്വഭാവം മാറിയെങ്കിലോ.